കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആകാശത്ത് വിസ്മയം തീർത്ത് ഇന്നലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രത്യക്ഷമായി. കാണാത്തവർ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. നാളെ പുലർച്ചെയും ബഹിരാകാശ നിലയം കേരളത്തിന്റെ മാനത്ത് പ്രത്യക്ഷപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. നാളെ പുലർച്ചെ 6:07 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വീണ്ടും എത്തുമെന്നാണ് സൂചന. ഇന്നലെ കേരളത്തിൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ദൃശ്യമായി. രാത്രി 7:21 7:28 ഇടയിലാണ് കേരളത്തിന്റെ ആകാശത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എത്തിയത്. സഞ്ചരിക്കുന്ന നക്ഷത്രം പോലെയുള്ള ബഹിരാകാശ നിലയത്തിന്റെ ദൃശ്യം നിരവധി പേർക്ക് കാണാൻ സാധിച്ചിരുന്നു. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമുള്ള ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 109 മീറ്റർ നീളവും 73 മീറ്റർ വീതിയുമാണ് കണക്കാക്കുന്നത്. 4.5 ലക്ഷം കിലോഗ്രാമാണ് ഈ നിലയത്തിന്റെ ഭാരം കണക്കാക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. കേരളത്തിന് മുകളിൽ ഇനി നാളെ പുലർച്ചെ 6:07 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വീണ്ടും എത്തും. ബഹിരാകാശ പര്യവേഷണത്തിനായി അമേരിക്കയിലെ നാസ അയച്ച ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും 6 മാസമായി കഴിയുന്നത് ഈ നിലയത്തിലാണ്.